അമ്പുതിരുന്നാൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറുമൊരു പെരുന്നാളല്ല കേട്ടോ. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. രക്തസാക്ഷിത്വത്തിന്റെയും ഒട്ടും തളരാത്ത വിശ്വാസത്തിന്റെയും അതിന്റെ എല്ലാം വിജയത്തിന്റെയും ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എന്തുകൊണ്ടാണ് ഒരു ക്രിസ്തീയ തിരുനാളിന് അമ്പുകളുടെ തിരുനാൾ എന്നൊരു പേര് വന്നത്? ഒരു പെരുന്നാളിന് എങ്ങനെയായി ഈ അമ്പ് എന്ന ആയുധവുമായി ഒരു ബന്ധം വരുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ ഉത്തരം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ഇതിഹാസതുല്യമായ കഥയിലേക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ ഉറവിടം തേടി നമ്മൾ പോകുന്നത് നൂറ്റാണ്ടുകൾ പിന്നോട്ടാണ്, പുരാതന റോമിലേക്ക്. അവിടെ ജീവിച്ചിരുന്ന വിശുദ്ധ സെബസ്റ്റ്യാനോസ് എന്ന ഒരു സൈനികന്റെ ജീവിതത്തിലാണ് ഈ തിരുനാളിന്റെ വേരുകൾ കിടക്കുന്നത്. അപ്പോൾ ആരായിരുന്നു ഈ വിശുദ്ധ സെബസ്റ്റ്യാനോസ്? അദ്ദേഹം ജീവിച്ചിരുന്നത് AD 3-ാം നൂറ്റാണ്ടിലാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി റോം ഭരിക്കുന്ന സമയം. അന്ന് ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. ഓർക്കണം, ആ ഒരു സമയത്താണ് നമ്മുടെ കഥാനായകൻ സെബസ്റ്റ്യാനോസ് റോമൻ സാമ്രാജ്യത്തിലെ തന്നെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായിരുന്നത്. സത്യത്തിൽ സെബസ്റ്റ്യാനോസ് ഒരു തരം ഇരട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. പുറമേ നോക്കിയാൽ അദ്ദേഹം ചക്രവർത്തിയുടെ വിശ്വസ്തനായ ഒരു പടയാളി. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ചിന്തിച്ചു നോക്കൂ, താൻ സേവിക്കുന്ന അതേ സാമ്രാജ്യം തന്നെ വേട്ടയാടുന്ന സ്വന്തം സഹവിശ്വാസികളെ അദ്ദേഹം രഹസ്യമായി സഹായിക്കുകയായിരുന്നു. അവർക്ക് ആശ്വാസവും സംരക്ഷണവുമൊക്കെ നൽകി. പക്ഷേ ഏതൊരു രഹസ്യത്തിനും ഒരായുസ്സുണ്ടാവല്ലോ, അല്ലേ? അതുപോലെ തന്നെ സംഭവിച്ചു. സെബസ്റ്റ്യാനോസിന്റെ ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാര്യം ഒടുവിൽ ചക്രവർത്തിയുടെ ചെവിയിലെത്തി. അതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതദ്ദേഹത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരവുമായി നേർക്കുനേർ ഒരു പോരാട്ടത്തിലേക്ക് തള്ളിവിട്ടു. ഇനിയാണ് നമ്മൾ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് കടക്കുന്നത്. ഈ തിരുനാളിന് അമ്പു തിരുനാൾ എന്നു പേര് വരാൻ കാരണമായ ആ സംഭവത്തിലേക്ക്. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ രംഗം. ചക്രവർത്തിയുടെ മുന്നിൽ നിൽക്കുകയാണ് സെബസ്റ്റ്യാനോസ്. ചക്രവർത്തിയുടെ അന്ത്യശാസനം വന്നു. നിന്റെ വിശ്വാസം ഉപേക്ഷിക്കണം. പക്ഷേ സെബസ്റ്റ്യാനോസ് ഒട്ടും കുലുങ്ങിയില്ല. അദ്ദേഹം അത് നിരസിച്ചു. അതിന്റെ ഫലമെന്തായിരുന്നെന്നറിയാമോ? അതിക്രൂരമായൊരു ശിക്ഷ. അദ്ദേഹത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്തു കൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ഇതാണ് ഈ കഥയുടെ ഹൃദയം. അമ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തിന്റെ ശരീരം തുളച്ചുകയറി. പക്ഷേ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തൊടാൻ പോലും ആ അമ്പുകൾക്ക് കഴിഞ്ഞില്ല. ശരീരം വേദനിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മീയ ധൈര്യം തളർന്നില്ല. അത് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. ഇവിടെയാണ് അമ്പുതിരുന്നാൾ എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമാവുന്നത്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. അമ്പുകളേറ്റു വീണു എന്ന് കരുതിയിടത്ത് സെബസ്റ്റ്യാനോസിന്റെ ജീവിതം അവസാനിച്ചില്ല. ശരിക്കും അതിനുശേഷമാണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അമ്പുകളേറ്റു മരിക്കാനായി ഉപേക്ഷിച്ചുപോയ സെബാസ്റ്റ്യാനോസിനെ ഐരിൻ എന്നൊരു പുണ്യവതി കണ്ടെത്തുന്നു. അവർ അദ്ദേഹത്തെ പരിചരിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അത്ഭുതകരമായി അദ്ദേഹം സുഖം പ്രാപിച്ചു. എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തുവെന്നോ? ഒളിച്ചോടുകയല്ല ചെയ്തത്. പകരം വീണ്ടും ചക്രവർത്തിയുടെ മുന്നിൽ ചെന്ന് തന്റെ വിശ്വാസം ഇതിലും ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകയായിരുന്നു. അങ്ങനെ വിശുദ്ധ സെബാസ്റ്റ്യാനോസ് ഒരു പൂർണ്ണനായ രക്തസാക്ഷിയായി മാറി. ശരി, അപ്പോൾ പുരാതന റോമിൽ നടന്ന ഈ കഥയ്ക്ക് ഇന്നത്തെ കേരളവുമായി എന്താണ് ബന്ധം? നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. നൂറ്റാണ്ടുകൾക്കിപ്പുറവും എങ്ങനെയാണ് ഈ പുണ്യാളൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്ര പ്രിയപ്പെട്ടവനായതെന്ന് നോക്കാം. അതിനുള്ള കാരണം ഇതാണ്. കേരളത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ പുണ്യാളനാണ്. അസുഖങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളൊക്കെ പടരുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം കിട്ടാനായി ആളുകൾ അദ്ദേഹത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിത കഥ തന്നെ ഏതൊരു പ്രതിസന്ധിയിലും വിശ്വാസം കൈവിടാതെ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു വലിയ പ്രചോദനമാണ് പലർക്കും. പ്രധാനമായും ജനുവരി 20-നാണ് ഈ അമ്പുതിരുനാൾ ആഘോഷിക്കുന്നത്. ആ ദിവസം വിശ്വാസത്തിന്റെ ഒരു വലിയ ആഘോഷമായി, ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കഥയുടെ എല്ലാം ആകത്തുക എന്താണ്? വളരെ ലളിതമാണ്. എപ്പോഴാണോ അമ്പുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ തുളച്ചത്, അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വർഗത്തെ തൊട്ടു. അതുതന്നെയാണ് അമ്പുതിരുനാൾ. വേദനയെയും മരണത്തെയും അതിജീവിക്കുന്ന ആ വിശ്വാസത്തിന്റെ വലിയ ഓർമ്മപ്പെടുത്തൽ. അതുതന്നെയാണ് ഈ തിരുനാളിന്റെ യഥാർത്ഥ സന്ദേശം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.